സ്ത്രീകൾക്ക് പൂജ ചെയ്യാം. പിന്നെ സ്ത്രീകൾ പൂജ ചെയ്യുമ്പോൾ ഭക്ഷണം കിട്ടില്ല ആണുങ്ങൾക്ക്. അതാണ് അവര് പറയണത്. ഇപ്പോൾ പണ്ട് ലളിതാ സഹസ്രനാമം എൻ്റെ വീട്ടിൽ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. അച്ഛൻ വായിക്കുന്നത് എന്താണെന്നറിയില്ല. അമതാനന്ദമയി അമ്മയെ കണ്ട ശേഷമാണ് അമ്മയാണ് പറഞ്ഞത് ലളിതാ സഹസ്രനാമം. അവിടെ നിന്നാണ് ഒരു പുസ്തകം വായിച്ച് 98 തുടങ്ങിയാണ് ഞാൻ ലളിതാ സഹസ്രനാമം വായിച്ചു തുടങ്ങി, ചൊല്ലി തുടങ്ങി. ഇപ്പോൾ കാണാണ്ടായി. വിഷ്ണു സഹസ്രനാമം ജപിക്കാറുണ്ട്. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അത് കുറച്ച് നേരം പിടിക്കും. ആദ്യമൊക്കെ പഠിക്കുമ്പോൾ കുറേ സമയം പിടിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കാര്യമുണ്ട്, ഞാൻ പറയും, സ്ത്രീകൾ കടത്ത് കഴിക്കില്ല. കടത്ത് കഴിക്കാതെ തന്നെ കാട്ടിക്കൂട്ടില്ല. അവർക്ക് പേടിയുണ്ടാവും. അപ്പോൾ അവർ കൃത്യമായിട്ട് പുരുഷന്മാർക്ക് കൊണ്ടിട്ടില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ പുരുഷന്മാർക്ക് ഇതിലേക്ക് ഇൻവോൾവ് ആയിരിക്കാം. സ്ത്രീകൾക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ജോലിയുണ്ട്. വീട്ടിൽ ജോലി ചെയ്യണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, കുട്ടികളെ സംരക്ഷിക്കണം. കുട്ടികൾക്ക് മാർക്ക് പറഞ്ഞാൽ ആരെ പറയും? അതെന്താ കൊച്ചു മാർക്ക് കയറുന്നത് അല്ലേ? എല്ലാത്തിനും പഴി കേൾക്കേണ്ട ഒരു വർഗ്ഗമാണ് സ്ത്രീ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും അല്ല. അപ്പോൾ നമുക്കിപ്പം എല്ലാവർക്കും ഒരാളെ നിർത്തി ജോലി ചെയ്യിക്കാനൊന്നും സാധിക്കില്ല. രണ്ടുപേരുടെ വരുമാനം കൊണ്ട് നടക്കുന്നവരില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും? സ്ത്രീ ഫുള്ളായിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ, പഴയ കാലത്താണ് ഈ രാവിലെ വൈകുന്നേരം അടുക്കളയിൽ തന്നെയാണ്. പഴയ കാലത്തുണ്ടായതാണ് ഈ സംഭവങ്ങളൊക്കെ, വേദങ്ങളും കാര്യങ്ങളൊക്കെ.